Hi dear students, welcome back to Silent Learning. It's me Abdullah Bakar. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇവന്റ്സും നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പൊ വേൾഡിലെ തന്നെ നമ്പർ 1 അല്ലെങ്കിൽ നമ്മൾ പറയും അല്ലെ മദർ ഓഫ് ഓൾ റവല്യൂഷൻ എന്നൊക്കെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റവല്യൂഷൻ ആയിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. അപ്പൊ ആ ഫ്രഞ്ച് റവല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ക്ലാസ് കാണുന്നതോട് കൂടി ഫ്രഞ്ച് റവല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഫ്രഞ്ച് റവല്യൂഷനെ കുറിച്ച് ഒരു ഐഡിയ മക്കൾക്ക് കിട്ടും. ഓക്കെ, നമ്മളൊരു 6 മിനിറ്റ് കൊണ്ടൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ അത്രയും ചെറിയൊരു ടൈം കൊണ്ട് മക്കൾക്ക് എന്തിനെ കുറിച്ചുള്ള ഐഡിയ കിട്ടും, ഫ്രഞ്ച് റവല്യൂഷൻ എന്താണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, നോട്ട് ചെയ്ത് പോകും. അപ്പൊ എല്ലാ മക്കളും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ക്ലാസ് കാണുക. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ആപ്പിലെ മക്കൾ അല്ലെ, നമ്മുടെ നിഞ്ച ബാച്ചിലെ മക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ മക്കൾക്ക് ഒരു ഐഡിയ ഒക്കെ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയും ആരെങ്കിലും നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കണ്ടില്ലേ മക്കളെ, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ. നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ റെക്കോർഡായിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഇനിയും ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ മക്കളും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, അഡ്മിഷൻ ഉറപ്പ് വരുത്തുക. അപ്പൊ നമ്മുടെ ബാച്ചിന്റെ പേര് നിഞ്ച എന്നുള്ളതാണ്. ടീച്ചേഴ്സ് ഒക്കെ പല പ്രാവശ്യമായിട്ട് മക്കൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഈ ഒരു നിഞ്ച ബാച്ചിൽ ക്ലാസ്സസ് എടുക്കുന്നത്. അതുകൂടാതെ റെക്കോർഡഡ് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും, നോട്ട്സ് ഉണ്ടാവും, എക്സാമിനേഷൻസ് ഉണ്ടാവും, മൊഡ്യൂൾ ടെസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ആൻസർ ഡിസ്കഷൻ ലൈവായിട്ട് തന്നെ ഉണ്ടാവും. ഇങ്ങനെ ജനറൽ ആൻഡ് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഉണ്ടാവും. ഇങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ബാച്ചിന് വരുന്നത് 2999 രൂപയാണ്. അപ്പൊ ആരെങ്കിലൊക്കെ അഡ്മിഷൻ എടുക്കാം ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിച്ച് എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്തുക കേട്ടോ. ഇനി നമുക്ക് ഫ്രഞ്ച് റവല്യൂഷനിലേക്ക് പോവാം. ഓക്കെ, ഫ്രഞ്ച് റവല്യൂഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. എന്താണ്? 1774 ലൂയിസ് 16 became the king of France. ലൂയിസ് 16 ഫ്രാൻസിന്റെ കിങ് ആയിട്ട് വരുന്നത് എപ്പോഴാണ്? 1774 ആണ്. 1774 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇദ്ദേഹം വരുമ്പോ ഫ്രഞ്ചിലെ ട്രഷറി എംപ്റ്റി ആയിരുന്നു. അതായത് ഫ്രഞ്ചിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല, പൈസ ഒക്കെ കാലിയായിരിക്കുന്ന സമയത്താണ് ആര് വരുന്നത്, ലൂയിസ് 16 വരുന്നത്. ലൂയിസ് 16 എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പുതിയ കുറെ കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ടാക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അവിടേക്കാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ചങ്ങായി അല്ലെങ്കിൽ നമ്മുടെ ലൂയിസ് 16 എപ്പോഴാണ് ഫ്രാൻസിലെ കിങ് ആയിട്ട് വരുന്നത്? 1774 ആണ്. നോട്ട് ദ ഇയർ. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്നത് ലൂയിസ് 16 വന്നു, അതിനുശേഷം ടാക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഡിസിഷൻ ഒക്കെ വന്നു. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ തേർഡ് എസ്റ്റേറ്റ്, ഫ്രഞ്ച് സൊസൈറ്റി എങ്ങനെയായിരുന്നു, ഫസ്റ്റ് എസ്റ്റേറ്റ് ക്ലർജി, സെക്കൻഡ് എസ്റ്റേറ്റ് നോബിൾസ്, ദെൻ തേർഡ് എസ്റ്റേറ്റ് ആയിരുന്നു മിഡിൽ ക്ലാസ് ആൻഡ് കോമൺ പീപ്പിൾസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ തേർഡ് എസ്റ്റേറ്റിനോട് ടാക്സ് ഇൻക്രീസ് ചെയ്യാനുള്ള ഡിസിഷൻ വന്നപ്പോൾ തേർഡ് എസ്റ്റേറ്റ് മാത്രമാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഫസ്റ്റും സെക്കൻഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തേർഡ് എസ്റ്റേറ്റ് എന്ത് ചെയ്യാണ്, വി ആർ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് എന്ത് ചെയ്യാണ്, ഡിക്ലെയർ ചെയ്യാണ്. അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ വെച്ചിട്ടാണ് അവർ ഡിക്ലെയർ ചെയ്യുന്നത്. അങ്ങനെ തേർഡ് എസ്റ്റേറ്റ് ഫ്രാൻസിലെ നാഷണൽ അസംബ്ലി ആയിട്ട് ഡിക്ലെയർ ചെയ്യാണ് 1789. ദെൻ ബാസ്റ്റിൽ പ്രിസൺ എന്ത് ചെയ്യാണ്, സ്റ്റോം ചെയ്യാണ്. ബാസ്റ്റിൽ പ്രിസൺ എന്ത് ചെയ്യാണ്, അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ തേർഡ് എസ്റ്റേറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന മിഡിൽ ക്ലാസ് അടങ്ങുന്ന ഈ ഒരു തേർഡ് എസ്റ്റേറ്റ് ഫ്രാൻസിനു വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് കിങ്ങിന്റെ പവേഴ്സ് എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക, കിങ്ങിന്റെ രാജാവിന്റെ അധികാരങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇൻ വിച്ച് ഇയർ? 1791 ഇയേഴ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോകാം മക്കളെ. 1791 നമ്മൾ ഈ പറയുന്ന കിങ്ങിന്റെ പവേഴ്സ് ലിമിറ്റ് ചെയ്തുകൊണ്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫ്രാൻസിൽ ഫ്രെയിം ചെയ്യുന്നത്. ഇൻ വിച്ച് ഇയർ? 1791 ആണ്. ഇയർ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ അവിടെ എന്ത് വന്നു? യെസ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഫ്രാൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, നാഷണൽ അസംബ്ലി ഫോം ചെയ്തു, ബാസിൽ പ്രിസൺ അറ്റാക്ക് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ വന്നു. ഇനി ഇവിടെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായത്. ബിക്കോസ് ഇവിടെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ തേർഡ് എസ്റ്റേറ്റിലെ മിഡിൽ ക്ലാസ് ആയിരുന്നു ഈ പറയുന്ന ഏറ്റവും മുതിർന്ന അല്ലെങ്കിൽ മുമ്പിൽ നിന്നിരുന്ന അല്ലെങ്കിൽ ആക്റ്റീവ് സിറ്റിസൺ, പാസീവ് സിറ്റിസൺ, ഇങ്ങനെ സിറ്റിസൺസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിരുന്നു അല്ലെ. അതിൽ ആക്റ്റീവ് സിറ്റിസൺസിന് മാത്രമേ റൈറ്റ് ടു വോട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവിടെ വീണ്ടും തേർഡ് എസ്റ്റേറ്റിൽ തന്നെ എന്തുണ്ട്, ഡിസ്ക്രിമിനേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഇനീക്വാലിറ്റീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ തേർഡ് എസ്റ്റേറ്റിലെ തന്നെ ബാക്കിയുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ തുടങ്ങി. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ജാക്കോബിൻ ക്ലബ്ബ്. ജാക്കോബിൻ ക്ലബിന്റെ ലീഡർ
ലീഡറാണ് ആര് മക്കളെ? നമ്മുടെ മാക്സിമിലിയൻ റോബസ്പിയർ. അങ്ങനെ ഈ പറയുന്ന നാഷണൽ അസംബ്ലിക്ക് പകരം എന്തവിടെ വരാണ്? യെസ്, നമ്മുടെ ജാക്കോബിൻ ക്ലബിന്റെ ലീഡർഷിപ്പിൽ ഒരു ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഈ ഒരു പീരീഡ് അല്ലെങ്കിൽ മാക്സിമിലിയൻ റോബസ്പിയറിന്റെ ലീഡർഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കാലഘട്ടം അറിയപ്പെടുന്നത് ദ റൈൻ ഓഫ് ടെറർ, ഭീകരതയുടെ കാലഘട്ടം എന്നാണ്. 1793 to 1794 വരെയുള്ള പീരീഡ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ദ റൈൻ ഓഫ് ടെറർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഏത് കാലഘട്ടമാണ് ദ റൈൻ ഓഫ് ടെറർ എന്നറിയപ്പെടുന്നത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റും 1793 to 1794 വരെയുള്ള പീരീഡ് ആണ് എന്ത്? ഭീകരതയുടെ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ ചെയ്ത 1-2 കാര്യങ്ങൾ നമുക്ക് കാണാം. യെസ്, ഫസ്റ്റ് നമുക്ക് കാണാൻ വരുന്നത് 1792 എന്ത് ചെയ്യുന്നത്? ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ 1793 കിങ്ങിന് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. റോബസ്പിയറിന്റെ ലീഡർഷിപ്പിൽ കിങ്ങിന് എന്ത് ചെയ്യാണ്? എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇൻ വിച്ച് ഇയർ? 1793. ഓക്കെ, 1793 കിങ്ങിന് എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത് കാണാൻ പറ്റും. കിങ്ങിന് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാല് കിങ്ങിന് എന്ത് ചെയ്യാണ്? യെസ്, ഇല്ലാതാക്കാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊന്നുകളയാണ് ചെയ്യുന്നത്. ഗുല്ലറ്റിൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഫ്രാൻസിലെ കിങ് ആയിട്ടുള്ള നമ്മൾ ഈ പറയുന്ന ലൂയിസ് 16 എന്ത് ചെയ്യുന്നത്? എക്സിക്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കിങ്ങിനും കിങ്ങിന്റെ വൈഫിനൊക്കെ മേരി ആന്റോണിയറ്റിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിക്യൂട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന്, ഇതിനു ശേഷം ഫ്രാൻസിൽ വരുന്ന ഒരു ഭരണാധികാരിയാണ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് നെപ്പോളിയൻ ബൊണാപാർട്ട്. ഫ്രാൻസിലെ എംപറർ ആയിട്ട് വരുന്നത് 1804 1815 ബാറ്റിൽ ഓഫ് വാട്ടർലൂയിലൂടെ നെപ്പോളിയൻ എന്ത് ചെയ്യുന്നത്? ഡിഫീറ്റ് ആയി പോകുന്നത്, പരാജയപ്പെട്ടു പോകുന്നത്. നെപ്പോളിയൻ പരാജയപ്പെടുന്നത് 1815 നെപ്പോളിയൻ ഒരു എംപറർ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ നെപ്പോളിയൻ ഒരു എന്താ പറയാ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഒക്കെ ഫ്രാൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1804 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ആണ് മക്കളെ. ഇനി 1848 സ്ലേവറി വാസ് അബോളിഷ്ഡ് ഇൻ ഓൾ ഫ്രഞ്ച് കോളനീസ്. ഫ്രഞ്ചിലെ എല്ലാ കോളനീസിലും എന്ത് അബോളിഷ് ചെയ്യുന്നുണ്ട്? സ്ലേവറി സിസ്റ്റം, അടിമത്ത വ്യവസ്ഥ എന്ത് ചെയ്യുന്നുണ്ട്? അബോളിഷ് ചെയ്യുന്നുണ്ട്. ഈ കാലഘട്ടത്തിലൊന്നും സ്ത്രീകൾക്ക്, ഫ്രാൻസിലെ വിമൻസിന് എന്തുണ്ടായിരുന്നില്ല? വോട്ട് ഉണ്ടായിരുന്നില്ല. ദെൻ ഫൈനലി 1946 ഫ്രഞ്ച് വിമൻ ഗോട്ട് ദ റൈറ്റ് ടു വോട്ട്. ഇതാണ് ഫ്രഞ്ച് റവല്യൂഷന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പോ എല്ലാ മക്കൾക്കും സെറ്റ് ആണ്, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ 5-6 മിനിറ്റ് എന്ന് പറഞ്ഞു, 6-7 മിനിറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു വന്നിട്ടുണ്ട്. എന്തായാലും ഒരു 6-7 മിനിറ്റ് കൊണ്ട് ഫ്രഞ്ച് സൊസൈറ്റിയിലെ ഫ്രഞ്ച് റവല്യൂഷനിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സെറ്റായി ഇനിയും നമ്മുടെ കൂടെ ഉണ്ടാവുക. അടിപൊളിയായിട്ട് ഇനിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ എടുത്തു തരാനുള്ളതാണ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.